പോണത് മാംഗോ പുഡിങ്. എന്താ മാംഗോ പുഡിങ്. എന്നാ മാങ്കോ എടുക്ക ഫ്രിഡ്ജിന്ന്. അപ്പോൾ നല്ല സൂപ്പർ പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഒരു പുഡിങ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് പിന്നാലെ നടക്കട്ടോ ചന്തു. പക്ഷേ വീട്ടിൽ പണിക്കാരുണ്ടായതുകൊണ്ട് ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പുഡിങ് ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചന്തോട്ട് പിന്നെ പിടി വിടുന്നില്ല. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചന്തോട്ടിനും തനിക്കുട്ടിയും കൂടിയായിട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തൊക്കെ കൊടുത്തു, പിന്നെ ജാറിലിടണം, അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ. പണികളെന്ന് പറഞ്ഞാൽ വലിയ പരിപാടി തന്നെയായിരുന്നു. ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടുമ്പോൾ 2 സ്പൂൺ പുറത്തേക്കായിട്ടാണ് പോണത്. അത് വേറെ കാര്യം, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ വിചാരിച്ചിട്ടോ ഞാൻ. എന്നിട്ട് പഞ്ചസാരയും പാലും മാങ്ങയും കൂടിയും അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ കോൺഫ്ലവർ കലക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിക്കണം. പിന്നെ ഒരു നാരങ്ങ നീരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം അത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ കിട്ടുന്നൊക്കെയാണ്, പക്ഷേ നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും സംഭവം ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പഞ്ചസാര കുറച്ചിട്ടാൽ മതി, അപ്പോൾ മാങ്ങേൻ്റെ ടേസ്റ്റ്